നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം വിജയക്കൊടി പാറിച്ച നിമിഷം മുതൽ നടി തൃഷ കൃഷ്ണൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതേ ദിവസം തന്നെയായിരുന്നു തൃഷയുടെ ജന്മദിനവും. വിജയുടെ ഭാര്യ സംഗീതയും മക്കളായ ജെയ്സണും ദിവ്യയും പോലും പങ്കെടുക്കാത്ത ചടങ്ങിൽ വിജയുടെ പിതാവും മാതാവും കൂടാതെ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട മറ്റൊരാൾ നടി തൃഷ തന്നെയായിരുന്നു. ഈ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. അതോടെ വിവാദങ്ങൾ ഉടലെടുത്തു. വിജയ് സംഗീത വിവാഹ ബന്ധത്തിൽ പ്രശ്നമായത് തൃഷയുടെ സാന്നിധ്യമാണെന്ന് പലരും ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു നടിയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നതാണ് വിവാഹമോചന ഹർജിയിലെ ആരോപണം. അടുത്തിടെ നടൻ അജിത് കുമാറിന്റെ അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കാൻ പോയപ്പോഴും തൃഷ വിജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ തൃഷ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തൃഷ ചില ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത്. അതിലൊന്ന് സ്വന്തം വളർത്തുനായക്കൊപ്പമുള്ള ചിത്രമായിരുന്നു. തുടർച്ചയായ സൈബർ ആക്രമണങ്ങൾക്കൊപ്പം ഊഹാപോഹങ്ങൾക്കും നടുവിലാണ് കഴിഞ്ഞ ദിവസം തൃഷ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഒരു ചിത്രം പങ്കുവച്ചത്. തന്റെ വളർത്തുനായ കട്ടിലിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന ഒരു ക്ലിപ്പായിരുന്നു അത്. എന്നാൽ ആരാധകരുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ കവർന്നത് അതിന് തൃഷ നൽകിയ അടിക്കുറിപ്പായിരുന്നു. എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ അനുവദിക്കുന്ന ഏക മൂക്ക് ഇതാണ് എന്നായിരുന്നു തൃഷ കുറിച്ചത്. വ്യക്തി ജീവിതത്തെക്കുറിച്ച് നിരന്തരം സോഷ്യൽ മീഡിയ ട്രോളന്മാർക്കും ഗോസിപ്പ് നിർമ്മാതാക്കൾക്കും നേരെ തൃഷ എറിഞ്ഞ സരസമായൊരു ബൂമറാങ് ആയിരുന്നു ആ വാക്കുകൾ. യാതൊരുവിധ പരസ്യ പ്രസ്താവനകൾക്കും മുതിരാതെ നർമ്മത്തിൽ ഒളിപ്പിച്ച ഇത്തരം പ്രതികരണങ്ങളിലൂടെ താൻ ഈ വലുപ്പച്ചെറുപ്പമില്ലാത്ത ചർച്ചകളെ എത്രത്തോളം നിസ്സാരമായാണ് കാണുന്നത് എന്ന് തൃഷ തെളിയിക്കുന്നു. മാജിക്കൽ മെയ് എന്ന പോസ്റ്റിലൂടെ കഴിഞ്ഞ മാസത്തെ സന്തോഷകരമായ നിമിഷങ്ങളും താരം മുൻപ് പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ മെയ്യിൽ തൃഷയുടെ 43ാം ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന ചില സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾക്ക് വീണ്ടും ചൂടുപിടിപ്പിച്ചത്. തന്റെ ജന്മദിനത്തിൽ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തിയ തൃഷ അതിനുശേഷം ചെന്നൈയിലുള്ള വിജയുടെ വസതി സന്ദർശിച്ചിരുന്നു. അവിടെ സമയം ചെലവഴിച്ച ശേഷം തൃഷ പുറത്തേക്ക് വരുന്ന വീഡിയോകൾ നിമിഷനേരം കൊണ്ടാണ് ഇന്റർനെറ്റിൽ വൈറലായത്. ക്യാമറ കണ്ണുകളെ കണ്ട് ഒളിച്ചോടാൻ ശ്രമിക്കാതെ ചിരിച്ച മുഖത്തോടെ മാധ്യമപ്രവർത്തകർക്ക് തംസപ്പ് കാണിച്ചാണ് തൃഷ അന്ന് മടങ്ങിയത്. തമിഴക വെട്രിക്കഴകം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുകയും മെയ് 10 വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തതോടെ ചർച്ചകളുടെ വേഗം കൂടി. സത്യപ്രതിജ്ഞ ചടങ്ങിൽ മാതാവ് ഉമാകൃഷ്ണനൊപ്പമാണ് തൃഷ എത്തിയത്. ഇതിന് തൊട്ടുപിന്നാലെ താരം പങ്കുവച്ച കേക്ക് മുറിക്കുന്ന വീഡിയോയും മാജിക്കൽ മെയ് എന്ന അടിക്കുറിപ്പും വിജയുടെ രാഷ്ട്രീയ വിജയത്തിനുള്ള പിന്തുണയായിട്ടാണ് ആരാധകർ വിലയിരുത്തുന്നത്. അടുത്തിടെ നടൻ അജിത് കുമാറിന്റെ അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കാൻ തൃഷയും വിജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. വിജയും ഭാര്യ സംഗീതയും 3 പതിറ്റാണ്ടുകളോളം നീണ്ട വിവാഹബന്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വിജയ്ക്ക് ഒരു നടിയുമായുള്ള ബന്ധമാണ് വിവാഹമോചനത്തിന് കാരണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഇത്തരം ഗോസിപ്പുകളോട് വിജയോ തൃഷയോ ഇതുവരെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പാണ് തൃഷ നായികയായി ഒടുവിൽ വന്ന ചിത്രം. 2026 ഏറ്റവും വലിയ തമിഴ് ഹിറ്റായ ചിത്രം ഇതിനോടകം മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ 180 കോടി രൂപയും ആഗോളതലത്തിൽ ഏകദേശം 300 കോടി രൂപയുമാണ് കറുപ്പിന്റെ കളക്ഷൻ. ചിരഞ്ജീവിക്കൊപ്പമുള്ള വിശ്വംഭരയാണ് തൃഷയുടെ ഇനി പുറത്തിറങ്ങാനുള്ള പ്രധാന സിനിമ. വിജയും തൃഷയും അവരുടെ വ്യക്തിബന്ധത്തെക്കുറിച്ചുള്ള ഒരു വാർത്തകളോടും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സിനിമയ്ക്കപ്പുറം ശക്തമായ ഒരു സൗഹൃദം സൂക്ഷിക്കുന്ന ഇരുവരും ഗോസിപ്പുകളെ പൂർണ്ണമായും അവഗണിക്കുക എന്ന തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചാരണങ്ങൾക്ക് മറുപടി നൽകി സമയം കളയുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണെന്ന് അവർ വിശ്വസിക്കുന്നു. അടുത്തിടെ സൂര്യയോടൊപ്പം അഭിനയിച്ച കറുപ്പ് എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ശേഷം നിരവധി പുതിയ പ്രോജക്ടുകളാണ് തൃഷയെ തേടിയെത്തുന്നത്. സിനിമയിലെ തിരക്കുകളും രാഷ്ട്രീയ ചടങ്ങുകളിലെ സാന്നിധ്യവുമായി തൃഷ തന്റെ വിജയയാത്ര തുടരുകയാണ്. അനാവശ്യമായ ഓൺലൈൻ ചർച്ചകളെ വെറുമൊരു തമാശയാക്കി മാറ്റിക്കൊണ്ട് സ്വന്തം നിബന്ധനകളിൽ ജീവിതം ജീവിച്ചു തീർക്കുന്ന തൃഷ കൃഷ്ണൻ ഇന്നത്തെ തലമുറയിലെ സ്ത്രീകൾക്ക് നൽകുന്ന സന്ദേശം ചെറുതല്ല. സൈബർ ലോകത്തെ ട്രോളന്മാർക്ക് മൂക്കിന്റെ കഥ പറഞ്ഞ് മറുപടി നൽകിയ തൃഷ താൻ ഇപ്പോഴും തമിഴകത്തിന്റെ അനിഷേധ്യ തലവി തന്നെയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം തന്റെ മെയ് മാസത്തെ ഓർമ്മകളിൽ നിന്നുള്ള ചില മനോഹര നിമിഷങ്ങൾ തൃഷ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ചിത്രങ്ങൾക്കൊപ്പം താരം കുറിച്ച ക്യാപ്ഷനും ആരാധകർ ഏറ്റെടുത്തിരുന്നു. വരുന്ന ഒരുപാട് കാലത്തേക്ക് എന്റെ മുഖത്ത് പുഞ്ചിരി സമ്മാനിക്കാൻ പോകുന്ന മാന്ത്രികത നിറഞ്ഞ ആ മെയ് മാസത്തിലെ ചില സുന്ദര നിമിഷങ്ങൾ എന്നാണ് തൃഷ കുറിച്ചത്. വാക്കുകളിൽ പറയാതെ പറയുന്ന പലതുമുണ്ടെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ.
2004 ധരണി സംവിധാനം ചെയ്ത ഗില്ലി എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെയാണ് വിജയും തൃഷയും ആദ്യമായി ഒന്നിച്ചഭിനയിച്ചത്. ഈ ചിത്രം തമിഴ് സിനിമയിലെ തന്നെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായി മാറിയിരുന്നു. തുടർന്ന് തിരുപ്പാച്ചി, ആദി, കുരുവി, ഒടുവിൽ പുറത്തിറങ്ങിയ ലിയോ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഇരുവരും ഒന്നിച്ചഭിനയിച്ചു. വർഷങ്ങളായി സഹപ്രവർത്തകർ എന്ന നിലയിലും വ്യക്തിജീവിതത്തിലും വിജയും തൃഷയും പരസ്പരം പുലർത്തുന്ന ബഹുമാനം പ്രകടമാണ്. അഭിമുഖങ്ങളിൽ പലപ്പോഴും ഒരാൾ മറ്റൊരാളെ തങ്ങളുടെ വീടെന്നും സുരക്ഷിത ഇടമെന്നുമാണ് വിശേഷിപ്പിക്കാറുള്ളത്. അടുത്തിടെ ചെന്നൈയിൽ നടന്ന ഒരു വിവാഹ സൽക്കാരത്തിൽ തൃഷയ്ക്കൊപ്പം വിജയ് പങ്കെടുത്തതോടെയാണ് ഇവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായത്. വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇരുവരും ഒരുമിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതോടെ താരങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ആരാധകർക്കിടയിൽ വീണ്ടും ശക്തമാവുകയായിരുന്നു. ഇത്രയൊക്കെ വിമർശനങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് ഇരുവരും ഈ രീതി തുടരുന്നു എന്നാണ് അപ്പോൾ ആളുകളുടെ ചോദ്യം. ഇതിന്റെ എല്ലാം തുടക്കം കീർത്തി സുരേഷിന്റെ വിവാഹമാണ്. അതുവരെയും വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് പല ഗോസിപ്പുകളും ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെയും ബന്ധിപ്പിച്ച് പരസ്യമായുള്ള ആക്രമണം തുടങ്ങിയത് ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് തൃഷയും വിജയും പ്രൈവറ്റ് ജെറ്റിൽ പോയതാണ്. വിജയ് പാർട്ടി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലായിരുന്നു ആ വിവാഹം. അന്ന് രാഷ്ട്രീയ നേതാക്കളടക്കം തൃഷയെ പരസ്യമായി അശ്ലീലമായി വിമർശിച്ചു. അതിനുശേഷമാണ് വിജയ് തൃഷയ്ക്കൊപ്പം പരസ്യമായി തന്നെ രംഗത്തെത്തിയത്. വിവാഹമോചനത്തിന് ഭാര്യ കേസ് കൊടുത്ത സാഹചര്യത്തിൽ ട്വിന്നിംഗ് ഡ്രസ് ധരിച്ച് കല്യാണത്തിന് പങ്കെടുത്തതും തെരഞ്ഞെടുപ്പ് ഫലം തൃഷയ്ക്ക് വേണ്ടി ആഘോഷിച്ചതും സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻസീറ്റിൽ തൃഷയ്ക്ക് ഇരിപ്പിടം ഒരുക്കിയതും അടക്കം അജിത്തിന്റെ വീട്ടിലെത്തിയത് വരെ എല്ലാം ആ അപമാനത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അതേസമയം തൃഷ വിജയ് ബന്ധത്തെക്കുറിച്ച് ഫേസ്ബുക്ക് യൂസർ അനു ചന്ദ്ര പങ്കുവച്ച കുറിപ്പും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് പലരും പല രീതിയിൽ അഭിപ്രായം പറയുന്നത് കേട്ടു. ഒരു വിഭാഗം തൃഷയെ കുറ്റപ്പെടുത്തുന്നു, മറ്റൊരു വിഭാഗം സംഗീതയെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ അഡ്വക്കേറ്റ് ശൈല റാണി പറയുന്നതല്ലേ അതിലെ യഥാർത്ഥ സത്യം. നമുക്കാർക്കും അവർക്കിടയിൽ എന്താണ് നടന്നതെന്ന് പോലും അറിയില്ല. കോടതിക്കകത്തും എന്താണ് നടന്നത് എന്ന് അറിയില്ല. പെറ്റീഷന്റെ കോപ്പി നമ്മൾ കണ്ടിട്ടില്ല. 10 പേർ വിജയെ ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് തോന്നും അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അല്ലെങ്കിൽ 10 പേർ തൃഷയെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ കരുതുന്നു തൃഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. സത്യത്തിൽ ഇതിനകത്ത് നമുക്കൊരു അഭിപ്രായവും പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കതിനെ പറ്റി ഒന്നും അറിയില്ല എന്നാണ് ശൈല റാണി പറയുന്നത്. സത്യമല്ലേ? ലീഗൽ മാറ്റേഴ്സ്, പേഴ്സണൽ റിലേഷൻഷിപ്സ്, ഇമോഷണൽ റിയാലിറ്റീസ് തുടങ്ങി ഒന്നും നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ തെളിവില്ലാതെ ആരെയും വില്ലനാക്കുന്നതും ശരിയല്ല. അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെ നറേറ്റീവ്സ് ഒക്കെ ഇമോഷൻസ് കൊണ്ടും ഊഹാപോഹം കൊണ്ടും ഒക്കെയാണല്ലോ ഇപ്പോൾ അധികവും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ നമുക്കറിയാത്ത കാര്യത്തിൽ അവസാന വിധി പറയാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് മികച്ച തീരുമാനമെന്നായിരുന്നു അനു ചന്ദ്രയുടെ കുറിപ്പ്. അനുവിന്റെ കുറിപ്പിന് താഴെ വിജയ് തൃഷ ബന്ധം ഉടലെടുത്തതിനെ കുറിച്ച് തോന്നിയ ഊഹാപോഹങ്ങൾ ചിലർ കുറിച്ചു. 27 വർഷമായി ഒപ്പമുള്ള ഭാര്യ സംഗീതയെ വേണ്ടെന്ന് വെച്ച് നടൻ തൃഷയെ സ്വീകരിച്ചുവെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമെന്നായിരുന്നു ചിലരുടെ അഭിപ്രായം. വിജയ് തൃഷയിൽ കണ്ട ഗുണം ആത്മവിശ്വാസമാകാം. അതുപോലെ ഇന്റലിജന്റായ സ്ത്രീകളോടും വിഷണിയായിട്ടുള്ള സ്ത്രീകളോടും പുരുഷന്മാർക്ക് അടുപ്പവും കൂടെ നിർത്താനും തോന്നും. അതായിരിക്കും വിജയ് തൃഷയിൽ കണ്ടത്. തനിക്ക് വേണ്ടതും അതുപോലൊരു പങ്കാളിയെയാണെന്ന് തോന്നിക്കാണും. ചില സ്ത്രീകൾ ഭയങ്കര ബോൾഡ് ആയിരിക്കും. അവൾക്ക് എല്ലാറ്റിനെ പറ്റിയും ഭയങ്കര ധാരണയുണ്ടാകും. മോഡേൺ ഔട്ട്ലുക്ക്, ആത്മവിശ്വാസം, ഇതൊക്കെയുള്ള തൃഷ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മുതൽക്കൂട്ടാണെന്ന് തോന്നിയിരിക്കാം. മോറൽ വശം ചൂണ്ടിക്കാട്ടിയാണ് വിജയ് ആളുകൾ കുറ്റപ്പെടുത്തുന്നത്. വിജയെ സംബന്ധിച്ച് അയാളുടെ കുടുംബ പ്രശ്നം എന്നത് വലിയ വിഷയമല്ല. അയാളുടെ പാർട്ടി അധികാരത്തിൽ വരികയും നല്ല അടിപൊളിയായി ജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരാൾ കുറിച്ചത്. എന്താണ് നടന്നതെന്ന് അവർക്കേ അറിയൂ. അവരുടെ ശരി നമുക്ക് തെറ്റാവും, നമ്മുടെ ശരി അവർക്ക് തെറ്റാവാം എന്നാണ് മറ്റു ചിലർ കുറിച്ചത്. ലിയോയുടെ സക്സസ് മീറ്റിൽ സംസാരിക്കുമ്പോഴും തൃഷയെക്കുറിച്ചുള്ള അഭിമാനം വിജയുടെ കണ്ണിലും വാക്കുകളിലും പ്രകടമായിരുന്നു. 2021 മുതൽ ഇരുവരും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് വേണം റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.